ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റമദാൻ റെസിപ്പി ആയിട്ട് വന്നാട്ടോ. നല്ല അടിപൊളി കായയുടെ റെസിപ്പി നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമ്മൾ ഉന്നക്കായല്ലേ, അത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. എണ്ണയിലും പൊരിക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പി ആട്ടോ. അപ്പോൾ ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അധികം പഴുക്കാത്ത കിട്ടും, നല്ലോണം പഴുത്തുണ്ടല്ലോ, കറുത്ത ആ രീതിയിൽ എടുക്കരുത്. പഴുത്ത അത്യാവശ്യം നല്ല പഴുത്ത തന്നെ എടുക്കുക. അപ്പോൾ അതാ ഞാനിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 പഴം കേട്ടോ ഞാൻ എടുത്തത്, 2 വലിയ നേന്ത്രപ്പഴം എടുത്തത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുക, അല്ലെങ്കിൽ നെയ്യ് ഏതായാലും മതി. പശു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ, നമ്മളെ ഈ പഴം. അപ്പോൾ അതാ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് മതി കേട്ടോ എണ്ണ, നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി 2 സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഴം കേട്ടോ. അപ്പോൾ അതാ ഈ രീതിയിൽ ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഒരു സൈഡ് ഒരു 2 മിനിറ്റ് വെക്കുക, പിന്നെ വീണ്ടും മറിച്ചിട്ടിട്ട് അങ്ങനെ 2 മിനിറ്റ് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കായയുടെ റെസിപ്പിയാണ്. അല്ലാതെ നമ്മൾ കായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആവിൽ വേവിച്ച് ഉടച്ച് ആ രീതിയിലല്ല കേട്ടോ. ഇതിപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കായയുടെ റെസിപ്പി കേട്ടോ. അപ്പോൾ അത് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് ആ ഭാഗം അതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചുകൂടി ഉണ്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ, അതുകൂടി അങ്ങനെ ആ എണ്ണയിൽ തന്നെ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അത് എല്ലാം ഞാനിങ്ങനെ ഒന്ന് എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആ രീതിയിൽ തിരിച്ച് മറിച്ചിട്ടിട്ട് ഇനി നമുക്ക് തേങ്ങയാണ് ഇതിലേക്ക് വേണ്ടത്. ഞാൻ അരക്കപ്പ് തേങ്ങ, ഫ്രഷ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഞാൻ പശു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ്. ഇനി വേണമെങ്കിൽ കിസ്മിസ് ഇട്ട് കൊടുക്കാം കേട്ടോ. കിസ്മിസ് ഇവിടെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഒഴിവാക്കിയ കേട്ടോ. ഇനി അതിലേക്ക് നമുക്കിതാ ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോൾ ഒന്ന് നമുക്കിത് ഓഫാക്കാം കേട്ടോ. കൂടുതൽ ബ്രൗണൊന്നും ആക്കണ്ട, ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റാകുമ്പോൾ നമുക്കിത് ഓഫാക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഏലക്കായൻ്റെ പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് കേട്ടോ, 1 ടീസ്പൂൺ. അതിട്ട് കൊടുത്തിട്ട് നമുക്കിത് തീ ഓഫാക്കി നമ്മൾ ഈ തേങ്ങ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതാ ഞാൻ ഇത് കുറഞ്ഞ രീതിയിലാട്ടോ, ചെറിയ ഫ്ലെയിമിലാണ് വെച്ചത്, മീഡിയം ഫ്ലെയിമിൽ, വലിയ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്നത് ഡ്രൈ ആയി ഉണങ്ങി ഡാർക്കായി പോട്ടോ. അപ്പോൾ അതാ ഈ രീതിയിൽ മതി കേട്ടോ. നമ്മളെ തേങ്ങ അധികം വറുക്കാത്ത രീതിയിൽ നമ്മൾ ആ തേങ്ങൻ്റെ ആ ടേസ്റ്റ് കിട്ടണം. ഇനി നമുക്കിത് 2 മുട്ട എടുക്കാം. ഞാനിപ്പോൾ 2 വലിയൊരു മുട്ട എടുത്തത്, ചെറുതാണെങ്കിൽ 3 എടുത്തോളി കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒന്നിങ്ങനെ നമ്മളൊന്ന് അടിച്ചെടുക്കുക, പോക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ്പ്പൊടി ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. ഏലക്കായ്ൻ്റെ പൊടി ഞാൻ ഇട്ട് കൊടുത്തത് ലാസ്റ്റ് അതാട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കുക, വീണ്ടും ഒത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കുക, 1 ടീസ്പൂൺ നെയ്യ് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയാലോ. ഇത് നമ്മൾ ഈ പഴമല്ലേ വാട്ടി വെച്ച ആ പഴം ഒന്ന് ആ മുട്ടയിൽ മുക്കിയിട്ട് ഇങ്ങനെ നിരത്തി അങ്ങ് വെച്ച് കൊടുക്കുക. അങ്ങനെ താഴ്ഭാഗം ഫുള്ളായിട്ട് പഴം വരുന്ന രീതിയിൽ കവർ ചെയ്യുക. എന്നിട്ട് കുറച്ച് മുട്ടയുടെ ബാറ്റർ അതിൻ്റെ മുകളിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ തേങ്ങൻ്റെ പണ്ടല്ലേ തേങ്ങ ഉണ്ടാക്കി വെച്ചാൽ പഞ്ചസാരയൊക്കെ ഉണ്ടായി, അത് ഇതിൻ്റെ മുകളിൽ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കുക വേണ്ട കേട്ടോ. ഇവിടെ ഈസിയല്ലേ ഉണ്ടാക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടോ അത്. അപ്പോൾ ഈ രീതിയിലൊന്നിങ്ങനെ ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഴം വാട്ടാതെ ഇങ്ങനെ തന്നെ മുറിച്ച് അങ്ങനെ വെച്ചാലും ഇത് വേവ് കിട്ടോ, കുറച്ച് ടൈം എടുക്കും, അതാണ് ഞാൻ പറഞ്ഞത്, അത്രേ ഉള്ളൂ. അപ്പോൾ തേങ്ങപ്പണ്ടം വെച്ച് കൊടുക്കുക, നടുവിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കി പൊരിച്ച് വെച്ച പഴമല്ലേ അതും വെച്ച് കൊടുത്തിട്ട് മുകളിലും നമ്മളെ കോഴിമുട്ടൻ്റെ ബാറ്റർ അങ്ങ് വെച്ച് കൊടുക്കുക, ബാക്കിയുള്ള കണ്ടോ. ഇതിങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ മുട്ടയിൽ മുക്കുന്നില്ല കേട്ടോ, മുകളിൽ വെക്കുന്നത്, കാരണം ലാസ്റ്റ് നമ്മൾ കുറച്ച് ബാറ്റർ ഫുള്ള് അതിൻ്റെ മുകളിലൊക്കെ അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഫില്ലായി നിന്നോളൂ കേട്ടോ. അതാ ഈ രീതിയിൽ നിരത്തി വെച്ചിട്ടുണ്ട്. കുറച്ചൊരു പഴത്തിൻ്റെ കുറവുണ്ട്, 2 പഴമല്ലേ ഞാൻ എടുത്തത്. അപ്പോൾ അതാ ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഈവനെ നല്ലതായിട്ട് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഒരു 25-30 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് വേവിച്ചെടുക്കുക വേണ്ട കേട്ടോ. അടിപൊളി ടേസ്റ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കായയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ റമദാനിൽ ഉണ്ടാക്കി നോക്കി. ഈസിയാണ്, നല്ലതുമല്ലേ, കാരണം മുട്ടയും പഴമൊക്കെ വരുന്നത് ഈസി ഉണ്ടാക്കിയെടുക്കാനും, എണ്ണയിലൊന്നും അങ്ങനെ പൊരിച്ചെടുക്കുന്നില്ല. അപ്പോൾ അതാ ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം നോക്കിയപ്പോൾ അടിഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വേറൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് നെയ്യ് തൂവിയതിന് ശേഷം നമുക്കിത് അതിലേക്ക് തട്ടി കൊടുക്കട്ടോ. അപ്പോൾ മുകൾ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടും.
അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നെയ്യ് ഒഴിച്ചിട്ട് വേറെ നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഞാനിത് തട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ മറിച്ചിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് കൂടി ഇങ്ങനെ തന്നെ വെക്കുക. ഒന്ന് മൂടി വെച്ചിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡും ഈ രീതിയിലാകുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റി കട്ട് ചെയ്ത് കഴിക്കാം. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കയ്യട റെസിപ്പി കേട്ടോ. അതാ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് ഈ റമദാൻ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കയ്യട റെസിപ്പിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എണ്ണയിലൊന്നും മുക്കി അധികം പൊരിക്കാത്ത രീതിയിൽ ഉണ്ടാക്കിയ ഒരു കയ്യട റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാരണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകട്ടോ. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം. ബൈ.